2021 ഒക്ടോബർ 20 ഡൽഹിയിലെ മുഖർജി നഗർ പോലീസിന് ഒരു പരാതി ലഭിച്ചു. IPS കോച്ചിങ്ങിനായി ഉത്തർപ്രദേശിൽ നിന്നും ഡൽഹിയിലെത്തിയ മോണിക്ക യാദവ് എന്ന പെൺകുട്ടിയെ കാണാതായിരിക്കുന്നു എന്നതാണ് പരാതി. മോണിക്കയുടെ അമ്മയും സഹോദരിയും നൽകിയ പരാതിയിന്മേൽ പോലീസ് അന്വേഷണം ആരംഭിച്ചുവെങ്കിലും അവളെ കണ്ടെത്താനേ കഴിഞ്ഞില്ല. 2014 ഡൽഹി പോലീസിൽ കോൺസ്റ്റബിളായി ജോയിൻ ചെയ്ത മോണിക്ക പിന്നീട് ജോലി രാജിവെച്ച് സിവിൽ സർവീസിനായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മരിച്ചുപോയ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഒരു IPS ഓഫീസർ ആവണമെന്നതായിരുന്നു മോണിക്കയുടെ ലക്ഷ്യം. എന്നാൽ ഡൽഹിയിലെ മുഖർജി നഗറിലുള്ള സംസ്കൃതി IAS കോച്ചിംഗ് സെന്ററിൽ ജോയിൻ ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മോണിക്കയെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുകയായിരുന്നു. 2 വർഷത്തോളം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിൽ 2023 ഈ കേസിന്റെ ചുരുളഴിഞ്ഞത്. യഥാർത്ഥത്തിൽ എന്താണ് മോണിക്ക യാദവിന് സംഭവിച്ചത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഉത്തർപ്രദേശിലെ ബുലൻഷാഹ് എന്ന സ്ഥലത്താണ് മോണിക്ക യാദവ് ജനിച്ചതും വളർന്നതുമെല്ലാം. മക്കളെ 2 പേരെയും സർക്കാർ ജോലിക്കാരാക്കണമെന്നതായിരുന്നു മോണിക്കയുടെ പാരൻസിന്റെ ആഗ്രഹം. മോണിക്ക ചെറിയ ക്ലാസ് മുതൽ തന്നെ ക്ലാസ് ടോപ്പറും സ്കൂൾ ടോപ്പറും എല്ലാം ആയിട്ടുള്ളതിനാൽ വലുതാവുമ്പോൾ നീയൊരു IPS ഓഫീസർ ആവണമെന്ന് മോണിക്കയുടെ അച്ഛൻ എപ്പോഴും അവളോട് പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ IPS ഓഫീസർ ആവണമെന്ന ആഗ്രഹത്തോടെയാണ് മോണിക്ക വളർന്നു വന്നത്. കോളേജ് പഠനം പൂർത്തിയാക്കിയ ഉടനെ തന്നെ അവൾ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയുള്ള പഠനത്തിന് തുടക്കം കുറിച്ചു. നിരവധി മത്സര പരീക്ഷകൾ എഴുതിയതിനു ശേഷം ഡൽഹി പോലീസിൽ കോൺസ്റ്റബിളായിട്ടാണ് മോണിക്കയ്ക്ക് ആദ്യ നിയമനം ലഭിച്ചത്. ഇതേ തുടർന്ന് മോണിക്ക യാദവ് 2014 ഡൽഹിയിലെത്തുകയും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഡൽഹിയിലെ പോലീസ് കൺട്രോൾ റൂമിലായിരുന്നു മോണിക്ക ജോലി ചെയ്തിരുന്നത്. അതേ പോലീസ് കൺട്രോൾ റൂമിൽ തന്നെ ജോലി ചെയ്തിരുന്ന സുരേന്ദർ സിംഗ് റാണ എന്ന ഹെഡ് കോൺസ്റ്റബിളാണ് മോണിക്കയ്ക്ക് താമസിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത്. എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്ന ജീവനക്കാരായിരുന്നതിനാൽ തന്നെ അവൾക്ക് ജോലിയിലും കാര്യമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് മോണിക്കയുടെ അച്ഛൻ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മരണപ്പെട്ടത്. അതവളെ മാനസികമായി തളർത്തി. ദിവസങ്ങൾക്ക് ശേഷം മോണിക്ക ഡൽഹിയിലേക്ക് തിരിച്ചെത്തിയത് ഒരു ഉറച്ച തീരുമാനത്തോടെയായിരുന്നു. എങ്ങനെയെങ്കിലും അച്ഛൻ ആഗ്രഹിച്ചതുപോലെ ഒരു IPS ഓഫീസർ ആവണം. ഇനി അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കണം. ഇതായിരുന്നു മോണിക്കയുടെ തീരുമാനം. ജോലിയും പഠനവുമെല്ലാമായി കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ ഫുൾ ടൈം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ തനിക്കൊരു IPS ഓഫീസർ ആവാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം മോണിക്ക തിരിച്ചറിഞ്ഞു. ഇതോടെ 2020 ജോലി രാജിവെച്ച മോണിക്ക നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ഫുൾ ടൈം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. 2021 സെപ്റ്റംബർ 2 മോണിക്ക ഡൽഹിയിലേക്ക് തന്നെ തിരിച്ചെത്തിയത്. നല്ലൊരു IAS അക്കാദമിയിൽ ജോയിൻ ചെയ്യണം, പഠനം ഊർജിതമാക്കണം. ഇതുമാത്രമായിരുന്നു അവൾ ഡൽഹിയിലേക്ക് തിരിച്ചു വന്നതിന്റെ ഉദ്ദേശം. അങ്ങനെയാണ് മോണിക്ക മുഖർജി നഗറിലെത്തിയതും സംസ്കൃതി IAS കോച്ചിംഗ് സെന്ററിൽ ജോയിൻ ചെയ്ത് പഠനം തുടങ്ങിയതും. കോച്ചിംഗ് സെന്ററിന് അടുത്തു തന്നെയുള്ള ഒരു ഹോസ്റ്റലിലായിരുന്നു അവൾ താമസിച്ചിരുന്നത്. ആദ്യത്തെ ഒരാഴ്ചത്തോളം കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. മുഴുവൻ സമയവും പഠനത്തിനായി മാറ്റിവെച്ചിരിക്കുന്നതിനാൽ മോണിക്ക വീട്ടിലേക്ക് വല്ലപ്പോഴും മാത്രമേ ഫോൺ വിളിക്കാറുള്ളൂ. എന്നാൽ സെപ്റ്റംബർ 2nd വീക്കോടെ മോണിക്ക വീട്ടിലേക്ക് വിളിക്കാതെയായി. അവളുടെ ഫോണിലേക്ക് വീട്ടിൽ നിന്നും വിളിക്കുമ്പോഴും സ്വിച്ച്ഡ് ഓഫ് എന്ന് മാത്രമാണ് പറയുന്നത്. ആദ്യമെല്ലാം പഠനത്തിന്റെ തിരക്കായിരിക്കുമെന്നാണ് വീട്ടുകാർ കരുതിയതെങ്കിലും 1 മാസത്തോളം മോണിക്കയുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവുമില്ലാതായതോടെ അവർക്ക് ഭയമായി തുടങ്ങി. ഇതോടെയാണ് 2021 ഒക്ടോബർ 20 മോണിക്കയുടെ അമ്മ ശകുന്തള യാദവും സഹോദരി പൂർണിമ യാദവും ചേർന്ന് ഡൽഹിയിലെത്തിയതും മോണിക്ക താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ പോയി അന്വേഷണം നടത്തിയതും. ജോയിൻ ചെയ്ത് ആദ്യത്തെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മോണിക്ക ഹോസ്റ്റലിൽ നിന്നും പോയി എന്നും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല എന്നുമാണ് ഹോസ്റ്റൽ ജീവനക്കാർ പറഞ്ഞത്. ഇതോടെ മോണിക്കയുടെ അമ്മ മുഖർജി നഗർ പോലീസ് സ്റ്റേഷനിലെത്തുകയും മകളെ കഴിഞ്ഞ 1 മാസമായി കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുക്കുകയും ചെയ്തു. പരാതി ലഭിച്ചയുടനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുഖർജി നഗറിൽ മോണിക്ക താമസിച്ചിരുന്ന ഹോസ്റ്റലിലേക്കാണ് പോലീസ് ആദ്യം പോയത്. സെപ്റ്റംബർ 8 ഹോസ്റ്റലിൽ നിന്നും പുറത്തേക്ക് പോയ മോണിക്ക പിന്നീട് തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് ഹോസ്റ്റൽ ജീവനക്കാരൻ പോലീസുകാരോട് പറഞ്ഞത്. പോലീസ് ആ ഹോസ്റ്റലിലെത്തിയത് ഒക്ടോബർ 20 അതായത് കഴിഞ്ഞ 1 മാസത്തിലധികമായി ഒരു പെൺകുട്ടിയെ കാണാതായിട്ട്. എന്നിട്ടും ആ ഹോസ്റ്റലിൽ നിന്നും പോലീസിന് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല.
IAS കോച്ചിങ്ങിനെത്തുന്ന സ്റ്റുഡൻസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് മുഖർജി നഗറിൽ ഇത്തരത്തിലുള്ള നിരവധി ഹോസ്റ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വാടക കൊടുക്കാൻ പണമില്ലാതാവുമ്പോൾ ഹോസ്റ്റലിലെ താമസം അവസാനിപ്പിച്ച് ആരോടും പറയാതെ സ്റ്റുഡൻസ് മുങ്ങുന്നത് അവിടുത്തെ പതിവ് കാഴ്ചയാണ്. ആ രീതിയിൽ മോണിക്ക ഹോസ്റ്റൽ മാറിക്കാണുമെന്നാണ് പരാതി കൊടുക്കാതിരിക്കാനുള്ള കാരണമായി അവിടുത്തെ ജീവനക്കാർ പറഞ്ഞത്. മോണിക്ക എവിടെ പോയി എന്നോ ആരുടെ കൂടെ പോയി എന്നോ ഉള്ള ഒരു സൂചനയും പോലീസുകാർക്ക് ലഭിച്ചില്ല. ഈ സമയത്താണ് മോണിക്കയുടെ വീട്ടിലേക്ക് വന്ന ചില ഫോൺ കോളുകളെക്കുറിച്ച് അവളുടെ അമ്മ പോലീസുകാരോട് പറഞ്ഞത്. മോണിക്കയും താനും ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞ് അരവിന്ദ് എന്നു പേരുള്ള ഒരാൾ വീട്ടിലേക്ക് പലതവണ വിളിച്ചിരുന്നു. അവസാനം വിളിച്ചപ്പോൾ താൻ മോണിക്കയെ വിവാഹം കഴിച്ചു എന്നും അവളുമായി പഞ്ചാബിലേക്ക് പോവുകയാണ് എന്നുമാണ് പറഞ്ഞത്. ഈ കാര്യങ്ങൾ മോണിക്കയുടെ അമ്മ പോലീസുകാരോട് പറഞ്ഞതോടെ മോണിക്ക അവൾക്കിഷ്ടമുള്ള ഒരുത്തനോടൊപ്പം ഒളിച്ചോടി പോയതാണ് എന്നും അതല്ലാതെ ഈ കേസിൽ യാതൊരു ദുരൂഹതകളുമില്ല എന്നും മുഖർജി പോലീസ് ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ പോലും അവർ തയ്യാറായില്ല. മുൻപ് ഡൽഹി പോലീസിൽ ജോലി ചെയ്ത ഒരു പെൺകുട്ടിയാണ് എന്ന പരിഗണന പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചില്ല എന്നുള്ളത് മോണിക്കയുടെ കുടുംബത്തെ നിരാശയിലാക്കി. അവർ ഈ കാര്യങ്ങളെല്ലാം സുരേന്ദർ സിംഗ് റാണ എന്ന വ്യക്തിയോട് പറഞ്ഞു. ഡൽഹിയിലെ പോലീസ് കൺട്രോൾ റൂമിൽ മോണിക്കയുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഹെഡ് കോൺസ്റ്റബിളാണ് സുരേന്ദർ സിംഗ് റാണ. അദ്ദേഹമാണ് ഡൽഹിയിൽ മോണിക്കയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാറുള്ളത്. അദ്ദേഹം പോലും അറിയാതെ മോണിക്ക ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി എന്നുള്ളത് അവളുടെ അമ്മയ്ക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. മോണിക്കയ്ക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്നും അതിനാൽ അവളെ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ സഹായിക്കണമെന്നും അവർ സുരേന്ദറിനോട് പറഞ്ഞു. മോണിക്കയുടെ അച്ഛൻ മരണപ്പെട്ടപ്പോഴുൾപ്പെടെ അവരുടെ വീട്ടിലെത്തി ആശ്വസിപ്പിച്ചവരാണ് സുരേന്ദർ സിംഗ് റാണയും അദ്ദേഹത്തിന്റെ കുടുംബവും. അതുകൊണ്ട് തന്നെ ആ ഒരു അടുപ്പം അവർക്കിടയിലുണ്ട്. അതിനാൽ മോണിക്കയെക്കുറിച്ച് താൻ അന്വേഷിച്ചോളാമെന്ന് സുരേന്ദർ മോണിക്കയുടെ അമ്മയ്ക്ക് വാക്കുകൊടുത്തു. ഇത്തരത്തിൽ സുരേന്ദർ സിംഗ് റാണ നടത്തിയ അന്വേഷണത്തിലും മോണിക്ക ജീവനോടെയുണ്ട് എന്നുള്ള വിവരമാണ് ലഭിച്ചത്. പഞ്ചാബിൽ നിന്നും മോണിക്കയുടെ ATM ഉപയോഗിച്ച് പണം പിൻവലിച്ചിട്ടുണ്ട്. അതുപോലെ പഞ്ചാബിലെ ചില ഹോട്ടലുകളിൽ മോണിക്കയും അരവിന്ദും ചേർന്ന് റൂമെടുത്ത് താമസിച്ചിട്ടുള്ളതിനും തെളിവുണ്ട്. ഇതിനെല്ലാം പുറമെ കാണാതായതിനു ശേഷം മോണിക്ക COVID-19 വാക്സിനേഷൻ എടുത്തിട്ടുള്ളതിന്റെ തെളിവുൾപ്പെടെ സുരേന്ദർ സിംഗ് റാണയ്ക്ക് ലഭിച്ചതോടെയാണ് അവൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പിച്ചത്. എന്നാൽ മോണിക്കയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടാവില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന അവളുടെ അമ്മ മാത്രം ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ 2023 ഏപ്രിൽ മാസത്തിൽ മോണിക്കയുടെ അമ്മ അന്നത്തെ ഡൽഹി പോലീസ് കമ്മീഷണറായ സഞ്ജയ് അറോറയെ നേരിട്ട് കണ്ട് കാര്യം പറഞ്ഞു. ഇതേ തുടർന്നാണ് ഏപ്രിൽ 12 മുഖർജി നഗർ പോലീസ് ആദ്യമായി ഒരു FIR തയ്യാറാക്കിയതും അന്വേഷണത്തിന് തുടക്കം കുറിച്ചതും. കിഡ്നാപ്പിംഗിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 6 മാസങ്ങൾക്ക് മുൻപ് പരാതി ലഭിച്ചിട്ടും മുഖർജി നഗർ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ജൂലൈ 6 കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തതോടെ കേസിന്റെ ഗതിയാകെ മാറി. വെറും 2 മാസത്തിനുള്ളിൽ മോണിക്കയുടെ കിഡ്നാപ്പിംഗിൽ പങ്കുണ്ട് എന്ന് കരുതുന്ന ഒരാളെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു. അത് മറ്റാരുമായിരുന്നില്ല, ഡൽഹിയിലെ പോലീസ് കൺട്രോൾ റൂമിൽ മോണിക്കയുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഹെഡ് കോൺസ്റ്റബിൾ സുരേന്ദർ സിംഗ് റാണയായിരുന്നു. ക്രൈംബ്രാഞ്ച് സുരേന്ദറിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. അതായത് മോണിക്കയുടെ അമ്മയുടെ ഫോണിലേക്ക് അരവിന്ദ് എന്ന പേരിൽ വിളിച്ച വ്യക്തിയുടെ ഫോൺ നമ്പർ ട്രേസ് ചെയ്തപ്പോൾ അത് രവീൻ എന്നൊരു വ്യക്തിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്തി. ഈ പറയുന്ന രവീൻ സുരേന്ദർ സിംഗ് റാണയുടെ ബന്ധുവാണെന്ന് പിന്നീട് നടന്ന അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. സുരേന്ദർ സിംഗ് റാണയെ ദിവസങ്ങളോളം കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തതോടെ ഈ കേസിലെ ഓരോരോ സത്യങ്ങളായി പുറത്തു വന്നു. ഒടുവിൽ സെപ്റ്റംബർ 29 സുരേന്ദർ സിംഗ് റാണ, രവീൻ, രാജ്പാൽ എന്നീ 3 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ ഈ കേസിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഡൽഹി പോലീസിൽ കോൺസ്റ്റബിളായി ജോയിൻ ചെയ്ത സുരേന്ദർ സിംഗ് റാണയ്ക്ക് ഹെഡ് കോൺസ്റ്റബിളായി പ്രൊമോഷൻ ലഭിച്ചതോടെയാണ് അയാൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് നിയമിക്കപ്പെട്ടത്. 2014 ട്രെയിനിംഗ് പൂർത്തിയാക്കിയ മോണിക്ക യാദവും പോലീസ് കൺട്രോൾ റൂമിലേക്ക് നിയമിക്കപ്പെട്ടു. ഒരുമിച്ച് ജോലി ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ഇരുവർക്കുമിടയിൽ ഒരു സുഹൃത്ത് ബന്ധം ഉടലെടുത്തു. ആ സമയം സുരേന്ദർ വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമാണ്. ഇത് മോണിക്ക യാദവിനും അറിയാം. ഡൽഹിയിൽ മോണിക്കയ്ക്ക് താമസിക്കാനുള്ള സൗകര്യമൊരുക്കി കൊടുത്തതും മറ്റു പല സഹായങ്ങൾ ചെയ്തു കൊടുത്തതും സുരേന്ദറാണ്. സ്വാഭാവികമായും ഇരുവർക്കുമിടയിലെ അടുപ്പം വർദ്ധിച്ചു. ഇരുവരും പരസ്പരം ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി. സുരേന്ദർ മോണിക്കയുടെ വീട്ടിലേക്കും മോണിക്ക സുരേന്ദറിന്റെ വീട്ടിലേക്കും ഇടയ്ക്കിടെ പോവാൻ തുടങ്ങി. 2 പേരുടെയും കുടുംബങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. അങ്ങനെ അവർക്കിടയിലെ അടുപ്പം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു.
ഇതോടെ പ്രശ്നങ്ങൾക്കും തുടക്കമായി. മോണിക്ക യാദവ് തന്റെ ഏറ്റവും നല്ല സുഹൃത്തായി സുരേന്ദറിനെ കണ്ടപ്പോൾ സുരേന്ദർ മോണിക്കയെ കണ്ടിരുന്നത് മറ്റൊരു രീതിയിലായിരുന്നു. എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണമെന്ന ചിന്ത അയാളുടെ മനസ്സിൽ കടന്നുകൂടി. ഒരു ഭാര്യയും മകനുമുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊന്നും അയാളപ്പോൾ ചിന്തിച്ചില്ല. കുറെ കാലം അയാൾ ഈ കാര്യത്തെക്കുറിച്ചൊന്നും തുറന്നു പറയാതെ മോണിക്കയോട് അടുപ്പം കാണിച്ചുകൊണ്ടേയിരുന്നു. മോണിക്ക ഒരു സുഹൃത്തെന്ന നിലയിൽ ആ ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കുന്ന സമയത്താണ് മോണിക്കയുടെ അച്ഛൻ മരണപ്പെടുന്നതും അതേ തുടർന്ന് സിവിൽ സർവീസ് നേടണമെന്ന ലക്ഷ്യത്തോടെ മോണിക്ക ജോലി രാജിവെച്ചതും. 2020 മോണിക്ക ജോലി രാജിവെച്ച് UPയിലേക്ക് തിരിച്ചുപോയി. ഇത് സുരേന്ദർ സിംഗ് റാണയെ മാനസികമായി തളർത്തി. മോണിക്കയെ കാണാതെ അയാൾക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയാണ് അവളെ വീണ്ടും ഡൽഹിയിലെത്തിക്കാനുള്ള വഴികളെക്കുറിച്ച് അയാൾ ആലോചിച്ചു തുടങ്ങിയത്. ഒടുവിൽ അയാൾ ആ വഴി കണ്ടെത്തുകയും ചെയ്തു. സിവിൽ സർവീസ് കോച്ചിങ്ങിനായി എല്ലാവരും എത്തുന്ന സ്ഥലമാണ് ഡൽഹിയിലെ മുഖർജി നഗർ. അവിടേക്ക് മോണിക്കയെ എത്തിച്ചാൽ തനിക്ക് വീണ്ടും അവളെ കാണാൻ കഴിയുമെന്ന് സുരേന്ദറിന് മനസ്സിലായി. ഈ കാര്യം പറഞ്ഞ് സുരേന്ദർ എല്ലാ ദിവസവും മോണിക്കയെ വിളിക്കുന്നത് പതിവായി. ഡൽഹിയിൽ സിവിൽ സർവീസ് കോച്ചിംഗ് നടത്തിയാലുള്ള ഗുണങ്ങളെക്കുറിച്ച് മോണിക്ക യാദവിനും നന്നായി അറിയാമായിരുന്നു. ഇതോടെ പഠിക്കാനായി ഡൽഹിയിലേക്ക് പോവാൻ മോണിക്കയും തീരുമാനിച്ചു. സുരേന്ദറിനോട് നല്ലൊരു കോച്ചിംഗ് സെന്റർ സജസ്റ്റ് ചെയ്യാനും അവൾ പറഞ്ഞു. അങ്ങനെയാണ് സുരേന്ദർ സംസ്കൃതി IAS കോച്ചിംഗ് സെന്ററിനെ കുറിച്ച് മോണിക്കയോട് പറയുന്നതും 2021 സെപ്റ്റംബർ 2 മോണിക്ക ഡൽഹിയിലെത്തിയതും. മോണിക്കയ്ക്ക് താമസിക്കുന്നതിനുള്ള ഹോസ്റ്റൽ അറേഞ്ച് ചെയ്തു കൊടുത്തതും സുരേന്ദർ ആയിരുന്നു. കൃത്യം 6 ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 8 മുഖർജി നഗറിലുള്ള വർദ്ധമാൻ മാളിൽ വെച്ച് സുരേന്ദറും മോണിക്കയും മീറ്റ് ചെയ്തു. അവിടെ വെച്ച് സുരേന്ദർ അവന്റെ മനസ്സിലുള്ള ഇഷ്ടം മോണിക്കയോട് തുറന്നു പറഞ്ഞു. ഒരു ഞെട്ടലോടെയാണ് മോണിക്ക സുരേന്ദർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടത്. കാരണം അയാളുടെ ഭാര്യയോടും കുട്ടിയോടും വരെ മോണിക്കയ്ക്ക് നല്ല അടുപ്പമാണ് ഉണ്ടായിരുന്നത്. ഇത്രനാൾ നല്ലൊരു സുഹൃത്തായി കണ്ട വ്യക്തിയിൽ നിന്നും ഈ രീതിയിലൊരു പെരുമാറ്റമുണ്ടായതിനാൽ മോണിക്ക ആദ്യമൊന്ന് അസ്വസ്ഥയായെങ്കിലും പിന്നീട് അവൾ സുരേന്ദറിനോട് മനസ്സ് തുറന്ന് സംസാരിച്ചു. തന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു IPS ഓഫീസർ ആവുക എന്നത് മാത്രമാണ് എന്നും അതല്ലാതെ മറ്റൊരു ചിന്തയും തന്റെ മനസ്സിലില്ല എന്നും അവൾ തുറന്നു പറഞ്ഞു. ഇതോടെ സുരേന്ദർ മോണിക്കയോട് മാപ്പ് പറഞ്ഞു. ഈവനിംഗ് 4:30 5 മണിക്കുമിടയിൽ ഇരുവരും ആ മാളിൽ നിന്നും ഇറങ്ങി. പിന്നീട് അലിപൂറിലുള്ള സുരേന്ദറിന്റെ വീട്ടിലേക്കാണ് രണ്ടാളും പോയത്. വർദ്ധമാൻ മാളിൽ നിന്നും ഒരു ഓട്ടോയിൽ കയറിയ രണ്ടാളും ബുദ്പൂർ എന്ന സ്ഥലത്തെത്തി. അവിടെ റോഡ് പണി നടക്കുന്നതിനാൽ വാഹനങ്ങൾ പോവില്ല. ഇനി കുറച്ചു ദൂരം നടന്നു വേണം സുരേന്ദറിന്റെ വീട്ടിലേക്ക് പോവാൻ. സുരേന്ദറിന്റെ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകനെയും കണ്ടതിനു ശേഷം ഹോസ്റ്റലിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്നതായിരുന്നു മോണിക്കയുടെ പ്ലാൻ. എന്നാൽ മോണിക്ക അവളുടെ ജീവിതത്തിലെടുത്ത ഏറ്റവും മോശം തീരുമാനമായിരുന്നു അത് എന്ന് അവൾക്ക് പിന്നീടാണ് മനസ്സിലായത്. റോഡ് പണി നടക്കുന്നതിനാൽ മറ്റൊരു വഴിയിലൂടെ വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞ സുരേന്ദർ മോണിക്കയെ ഒറ്റപ്പെട്ട് കിടക്കുന്ന മറ്റൊരു വഴിയിലൂടെ കൊണ്ടുപോയി. മരങ്ങളും കുറ്റിക്കാടുകളും നിറഞ്ഞ വഴിയിൽ ഒരാളെ പോലും കാണാതായപ്പോൾ തന്നെ മോണിക്കയ്ക്ക് അപകടം മണത്തു. ഇതേ സമയം സുരേന്ദർ സിംഗ് റാണ വീണ്ടും മോണിക്കയെ പ്രപ്പോസ് ചെയ്തു. നീ എന്നെ വിവാഹം കഴിക്കണമെന്ന് അയാൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത്തവണ അയാളുടെ വാക്കുകളിൽ ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു. ഇതോടെ മോണിക്ക സുരേന്ദറിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. വിവാഹം കഴിക്കാൻ സാധ്യമല്ല എന്നും പഠനത്തിന് മാത്രമാണ് താൻ മുൻഗണന കൊടുക്കുന്നത് എന്നും അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അത് പറയേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. മോണിക്കയെ സുരേന്ദർ അടിച്ചു വീഴ്ത്തി. തുടർന്നങ്ങോട്ട് അതിക്രൂരമായ മർദ്ദനങ്ങളാണ് അവൾ നേരിട്ടത്. മോണിക്ക തന്നെ വിവാഹം കഴിക്കില്ല എന്നുറപ്പായതോടെ അവളെ കൊലപ്പെടുത്താൻ സുരേന്ദർ തീരുമാനിച്ചു. അത്യാവശ്യം ഉയരമുള്ള ഒരു കുന്നിന് മുകളിലായിരുന്നു അവർ നിന്നിരുന്നത്. അടിയേറ്റ് നിലത്ത് വീണ് കിടക്കുകയായിരുന്ന മോണിക്കയെ സുരേന്ദർ ആ കുന്നിന് മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടു. ഒരു അഴുക്കുചാലിലാണ് അവൾ വീണത് എന്നുള്ളത് കൊണ്ട് തന്നെ മരണപ്പെട്ടില്ല. എന്നാൽ സുരേന്ദർ വീണ്ടും ആ കുന്നിറങ്ങിച്ചെന്ന് പരിക്കേറ്റ് കിടക്കുകയായിരുന്ന മോണിക്കയെ നിരവധി തവണ വീണ്ടും മർദ്ദിക്കുകയും കഴുത്തിഞ്ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ശേഷം അതേ സ്ഥലത്ത് തന്നെ അവളെ കുഴിച്ചു മൂടുകയാണ് ഉണ്ടായത്. കൊലപാതകത്തിന് ശേഷം മോണിക്ക ജീവനോടെയുണ്ട് എന്ന് വരുത്തി തീർക്കാനായി സുരേന്ദർ പലതും ചെയ്തുകൂട്ടി. ആദ്യം ബന്ധുവായ രവീൺ എന്ന വ്യക്തിയോട് കാര്യം പറഞ്ഞ് അവന്റെ സഹായം ഉറപ്പുവരുത്തി. ശേഷം രവീൺ അരവിന്ദ് എന്ന പേരിൽ മോണിക്കയുടെ വീട്ടിലേക്ക് വിളിക്കുകയും മോണിക്കയും താനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയുകയും ചെയ്തു. ഏറ്റവും അവസാനം വിളിച്ചപ്പോൾ തങ്ങൾ വിവാഹിതരായി എന്നും പഞ്ചാബിലേക്ക് പോവുകയാണ് എന്നുമാണ് പറഞ്ഞത്. 4 തവണയിലധികം രവീൺ അരവിന്ദ് എന്ന പേരിൽ മോണിക്കയുടെ വീട്ടുകാരുമായി സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു തവണ പോലും മകൾ സംസാരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മോണിക്കയുടെ അമ്മയ്ക്ക് സംശയം തോന്നുകയും അവർ പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു.
പക്ഷേ മുഖർജി നഗർ പോലീസ് കേസിനെ നിസാരമായി കണ്ട് എഴുതി തള്ളിയതോടെയാണ് മോണിക്കയുടെ കുടുംബം സുരേന്ദർ സിംഗ് റാണയുടെ സഹായം തേടിയത്. മകളുടെ കില്ലറിനോട് തന്നെ സഹായം അഭ്യർത്ഥിക്കേണ്ട അവസ്ഥയാണ് ആ കുടുംബത്തിനുണ്ടായത്. സുരേന്ദർ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി മോണിക്കയുടെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും സ്വന്തം മകളെ ആ അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ട് മാത്രം കേസിന്റെ ചുരുളഴിഞ്ഞു. തന്റെ മകൾ ആരുടെയും കൂടെ ഒളിച്ചോടി പോവില്ല എന്നും അവൾ പഠിക്കാനായാണ് ഡൽഹിയിലെത്തിയത് എന്നും അവർ ഉറപ്പിച്ചു പറഞ്ഞു. മോണിക്കയുടെ അമ്മ ഡൽഹി പോലീസ് കമ്മീഷണറിനെ നേരിൽ കണ്ട് പരാതി നൽകിയതും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതും നിർണായകമായി. ക്രൈംബ്രാഞ്ച് ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് റവീനിലേക്ക് എത്തുകയും പിന്നീട് റവീന്റെ മൊഴി പ്രകാരം എല്ലാ പ്ലാനിങ്ങിനും പുറകിൽ സുരേന്ദർ സിംഗ് റാണയാണെന്ന് കണ്ടെത്തുകയുമായിരുന്നു. 2023 സെപ്റ്റംബർ 30 മോണിക്ക യാദവിന്റെ സ്കെലിറ്റൽ റിമൈൻസ് കണ്ടെത്തി. DNA ടെസ്റ്റ് നടത്തി അത് മോണിക്കയുടെ റിമൈൻസ് തന്നെയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. തെളിവ് നശിപ്പിക്കാൻ സുരേന്ദറിന് കൂട്ടുനിന്ന രാജ്പാൽ എന്ന മറ്റൊരു വ്യക്തി കൂടി ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേസിന്റെ വിചാരണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അർഹിച്ച ശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പരാതി ലഭിച്ചപ്പോൾ തന്നെ ഫോൺ നമ്പർ വെച്ച് ഒരു അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ തെളിയിക്കപ്പെടുമായിരുന്ന ഒരു കേസാണിത്. മുഖർജി പോലീസിന്റെ അലംഭാവം ഒന്നുകൊണ്ട് മാത്രം ഈ കേസ് തെളിയിക്കാൻ 2 വർഷങ്ങളെടുത്തു. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.